ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള വറുത്തരച്ച കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, ഈയിടെയായിട്ട് വറുത്തരച്ച കറിയുടെ എന്തോ ഒരു ബാധ എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചിക്കൻ കറിയിൽ നോർമൽ കറികളേക്കാൾ എനിക്ക് വറുത്തരച്ച കറിയോട് കുറച്ച് ഇഷ്ടം കൂടുതലാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടലക്കറിയിൽ ഇതുപോലെ ഒരു വറുത്തരച്ച കറി ട്രൈ ചെയ്യുന്നത്. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാൻ തലേ ദിവസം രാത്രി തന്നെ കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ ഒരു 3-4 തവണ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്നത് പുട്ടിന് ചേർത്ത് കഴിക്കാനാണ് കേട്ടോ. ഇത് പുട്ടിന്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പൂരി, പൊറോട്ട, ദോശ, പത്തിരി അങ്ങനെ എന്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കുക്കറിലേക്ക് ചേർത്ത ശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 8 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കടലയൊന്ന് വെന്ത് കിട്ടുന്ന ടൈമിൽ ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പീസ് കറുവപ്പട്ട, ഗ്രാമ്പു, സാധാരണ ജീരകം എന്നിവ ചേർത്തൊന്ന് സോട്ട് ചെയ്ത ശേഷം ഗ്രേറ്റഡ് കോക്കനട്ട്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു കോക്കനട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കോക്കനട്ട് ഈ ഒരു കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്തിരിക്കുന്ന ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നത് വരെ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ചൂടാറാനായിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ 8 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കടലയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ റോസ്റ്റ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന കോക്കനട്ട് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് അപ്പം മൺചട്ടി എടുക്കണം. ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, കറിവേപ്പില, സവോള സ്ലൈസ് ചെയ്തത്, പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ഇഞ്ചി സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് സവോള ഒന്ന് സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ടൊമാറ്റോ എല്ലാം കുക്കായി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റും മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല വേവിച്ച ആ ഒരു വെള്ളത്തോടു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു കറി തിക്കായിട്ട് കിട്ടേണ്ടത് കൊണ്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കടലക്കറി ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.